എന്ത് വേണം? ആരെ കാണാനാ വന്നത്? മാഡം, ഇത് ജയറിന്റെ വീടല്ലേ? ആ, അതെ നിങ്ങൾ ജയറിന്റെ അമ്മയാണോ? അതെ. ആക്ച്വലി ഞങ്ങൾ നിങ്ങളെ കാണാൻ വേണ്ടിയാ വന്നത്. എന്നെ കാണാനോ? എന്നോട് നിങ്ങൾക്ക് എന്താ സംസാരിക്കാനുള്ളത്? മാഡം, ഇഫ് യു ഡോണ്ട് മൈൻഡ്, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ശരി, വരൂ. ഓക്കെ, റെഡിയല്ലേ? ആ, ശരി. ശരി മാഡം, ജയറിനെ ചുറ്റിപ്പറ്റി ചില വാർത്തകളൊക്കെ കണ്ടു കാണുമല്ലോ, അതിലെന്താണ് മാഡത്തിന്റെ പ്രതികരണം? നോക്കാം, ഞാനൊരു രാഷ്ട്രീയക്കാരിയല്ല, ഒരു സാധാരണ വീട്ടമ്മയാണ്. നിങ്ങൾ കൊടുക്കുന്ന വാർത്തകളിലൊക്കെ പ്രതികരിക്കുന്നത് ഞങ്ങളെപ്പോലെയുള്ള ആളുകളല്ലല്ലോ. പക്ഷേ ഈ വാർത്തകളൊക്കെ നിങ്ങളുടെ മകനെ കുറിച്ചാ. മകൻ എങ്ങനെ സമ്പന്നനായതെന്ന് നിങ്ങൾക്കറിയാതിരിക്കൂ? എനിക്കറിയില്ല. മാഡം, ഇത് നിങ്ങൾ മറച്ചു വെച്ചാലും അത് കണ്ടുപിടിക്കാനുള്ള സംവിധാനമൊക്കെ ഈ നാട്ടിലുണ്ട്. നിങ്ങളുടെ മകൻ ഒരുപാട് പേരുടെ, ഒരുപാട് പാവങ്ങളുടെ ചോര ഊറ്റിക്കുടിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇന്ന് തെരുവിലാണ്. അത് നിങ്ങൾ മറക്കരുത്. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ജയർ കുറ്റക്കാരനാണെങ്കിൽ അവനെ ശിക്ഷിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. തെറ്റാര് ചെയ്താലും ശിക്ഷിക്കണം. മറ്റുള്ളവരുടെ ജീവിക്കാനുള്ള അവകാശം ആര് തട്ടിപ്പറിച്ചാലും അത് ചോദ്യം ചെയ്യണം. നിങ്ങൾ കാണിച്ച വാർത്തകളില്ലേ, പെട്ടെന്ന് തന്നെ അന്വേഷണം ഉണ്ടാവും, പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടാവും എന്നൊക്കെയല്ലേ പറഞ്ഞത്? അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ വാർത്തയിലെ സത്യം അന്വേഷിച്ച് മുന്നോട്ട് പോവൂ? എത്ര നാള് പോവും? വേറൊരു വാർത്ത വരുന്നത് വരെയല്ലേ ഉള്ളൂ. അത് കഴിയുമ്പോ നിങ്ങളുടെ ഈ ആവേശം തണുക്കില്ലേ? പാവങ്ങളോടുള്ള നിങ്ങളുടെ ഈ സഹതാപം അവസാനിക്കില്ലേ? അല്ലാതെ ജയാറിന്റെ കേസിൽ ഒരു അവസാനം കണ്ടേ അടങ്ങൂ എന്ന് നിങ്ങളുടെ മനസ്സിലില്ലല്ലോ. ഉണ്ടോ? വാർത്ത കൊടുത്തവർക്ക് അന്തസ്സുണ്ടെങ്കിൽ ജയാർ എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കാൻ, നിങ്ങൾ അയാൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ നോക്ക്. അതല്ലാതെ അതിനിടയിൽ ഒരു നേരം പോക്ക് പോലെ എന്റെ അഭിപ്രായം ചോദിച്ചു വരേണ്ടതില്ല. എന്തിവിടെ? ആരാ നിങ്ങളൊക്കെ? മാഡം, ഞങ്ങൾ മീഡിയ പ്രവർത്തകരാ. ഇവിടെ നിങ്ങളുടെ ആവശ്യമില്ല. ഇവരെ ഞാൻ വിളിച്ചു കയറ്റിയിരുത്തിയതാണ്. അവരുടെ ഒരു ചോദ്യങ്ങൾക്കും ഇവിടെ ആരും മറുപടി പറയണ്ട. നിങ്ങളൊന്ന് പുറത്തിറങ്ങോ? സോറി മാഡം. നിക്ക്. ഇവിടെ നടന്നതോ നിങ്ങൾ ഇറങ്ങിപ്പോന്നതോ വാർത്തയായി ആഘോഷിക്കേണ്ട ഒരാവശ്യമില്ല.